ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനിവിടെ പറയാം. കാരണം ഇന്നത്തെ ഡേറ്റ് 23/2/2025. അപ്പോൾ ഇന്നലെ ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഈ പോക്കറ്റ് എഫ് എം പല സ്റ്റോറികളിലും 8 എപ്പിസോഡ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇഷ്ടമില്ല ലിയോ, കോടീശ്വരൻ, പിന്നെ എനിക്കിഷ്ടപ്പെട്ട യോധ, പിന്നെ ലിയോ, ഹീറോ, രക്ഷകനൊക്കെ നിർത്തിപ്പോയി. അപ്പോൾ അതില്ല. അപ്പോൾ ചില സ്റ്റോറികളൊക്കെ ശരിക്കും ഇന്നലെ 8 എപ്പിസോഡ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് ചോദിച്ചു. ഇപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ ഡെയിലി ഒരു എപ്പിസോഡ് വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യാമെന്ന് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇവരൊരു വാലും തുമ്പില്ലാണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോറികൾ അപ്ലോഡ് ചെയ്യുന്നത്. മീൻസ് ആദ്യം ശനിയാഴ്ച 8, പിന്നെ ശനിയാഴ്ച 4, ഞായറാഴ്ച 4, പിന്നെ ഞായറാഴ്ച 8. അപ്പോൾ ശനിയാഴ്ചയും ഇല്ല, ഞായറാഴ്ചയും ഇല്ല. ഇനി അന്നാണ് ദിവസത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇവരൊരു വാലും തുമ്പില്ലാണ്ടാണ് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് കസ്റ്റമേഴ്സിനൊരു വാല്യൂ ഇവർ കാണുന്നില്ല. യൂട്യൂബിൽ ആഡ്സ് കണ്ടിട്ട് ഒരിക്കലും പോക്കറ്റ് എഫ് എമ്മിൽ വരരുത്. വന്നു കഴിഞ്ഞാൽ പെട്ടു. പിന്നെ ഒരു അഡീഷൻ ആയി കഴിഞ്ഞാൽ ഒന്നും പറയേ വേണ്ട. ഞാൻ ഇതിൽ തന്നെ ഒരു 10-15 രൂപ എടുത്ത് പൈസ ചിലവാക്കിയിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാമിനർ, കോടീശ്വരൻ, ലിയോ, ദി ബൂസ്, മിസ്റ്റർ എനിമൽ, ഡാഡി ഗൂള്, അതെന്തൊരു ഓഫർ വന്നപ്പോൾ ജസ്റ്റ് 8 രൂപയ്ക്കാണ് പർച്ചേസ്. ഹീറോ, രക്ഷകന് ഞാൻ ഒരു വാലും തുമ്പില്ലാണ്ടാണ് സ്റ്റോപ്പ് ചെയ്തത്. ഈ സ്റ്റോറി എൻഡില്ല, കറക്റ്റ് എൻഡില്ല. കണ്ട ഒരു എൻഡില്ല. പിന്നെ ഇതിനേക്കാൾ ഇൻസ്റ്റാമിലിനേക്കാൾ ഏറ്റവും നല്ല സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ എനിമലാണ്. അത് 92 എപ്പിസോഡ് ആകുമ്പോഴേക്കും ഇവർ നിർത്തിപ്പോയി. 92 എപ്പിസോഡോ. ഞാൻ ഈ സ്റ്റോറികളൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് കേൾക്കും. ഈ സ്റ്റോറിയും കേൾക്കും. പിന്നെ അതുപോലെ യോധൊക്കെ 7 വട്ടമൊക്കെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. കാരണം ഇവർ ഡെയിലി ഒരു എപ്പിസോഡാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതിലൊക്കെ ഏകദേശം കാണപ്പെടാം. ഇപ്പോൾ യോധയിലൊരു കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു തമിഴ് വേർഷനാണ് ഇപ്പോൾ കൊടുക്കേണ്ട ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് 350 എപ്പിസോഡ് അപ്ലോഡ് ചെയ്തു. 350 എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാനായിട്ട് 8,000 കോയിൻസാണ് ചിലവാക്കിയത്. ഇതിൻ്റെ ഒരു സ്റ്റോറിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 27 കോയിൻസാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 27 കോയിൻസ്, ഇപ്പോൾ 1233 കോയിൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപ 8 രൂപയാണ്. കണ്ട 14 മിനിറ്റിൻ്റെ സ്റ്റോറിക്ക് 27 കോയിൻസാണ്. അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടോ. 199 കൂട്ടിക്കോ, സിമ്പിളായിട്ട് ആയിട്ട് 199 500 കോയിൻസിന് കേട്ടോ. 500 കോയിൻസിന് 500 ഹരിക്കണം 199, 2 രൂപ, 2.50. 1 രൂപയ്ക്ക് 2.5 കോയിൻസ് കിട്ടും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 27 കോയിൻ ഹരിക്കണം 27 കോയിൻസ് 2.5 10.8 10 രൂപയും 80 പൈസയും 11 രൂപ 14 മിനിറ്റുള്ളൊരു സ്റ്റോറിയുടെ വില. അങ്ങനെ 350 സ്റ്റോറീസാണ് ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം തന്നെ ഒരു 8,000 കോയിൻസിന് മേലെ. അങ്ങനെ ആകുമ്പോൾ ഒരു 2,500-3,000 രൂപ പൊട്ടി. ഈ യോധ എന്ന സ്റ്റോറിയുടെ തമിഴ് വേർഷൻ കേൾക്കാൻ 350 എപ്പിസോഡ് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവ്. യോധയിൽ ഇത്രയില്ല. യോധയിൽ 9 കോയിൻസ് അങ്ങോട്ടുള്ളൂ, 9-10, ചിലതിൽ 11 കോയിൻസൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു മിനിമം സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് ഇവർ മേടിക്കുന്ന വില നല്ല വിലയാണ്. സ്റ്റോറിക്ക് വില ടൈംസ് ഉണ്ടോ ഇല്ല താനും. പിന്നെ ഈ ഇൻസ്റ്റാമിനറിൽ ബോയ്സിൻ്റെ വോയിസ് പെണ്ണ് വില കൊടുക്കുമ്പോൾ അതിനായിട്ടൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും വാല്യൂ ഒന്നുമില്ല, ഇവർ തരുന്നില്ല. ഓർക്കേണ്ട സിംഹത്തിന് യോധയിലൊക്കെ നല്ലൊരു ക്ലാരിറ്റി ഉണ്ട്, കുഴപ്പമില്ല. അമരന് നല്ല വോയിസ് കിട്ടിയിട്ടുണ്ട്, മാധുരി, പിന്നെ അങ്ങനെ കുഴപ്പമില്ലാത്ത സ്റ്റോറിയാണ്. നല്ല വോയിസാണ് യോധ, മുട്ടണ്ട. അപ്പം ഞാൻ പറയാൻ പോകുന്നത്, യൂട്യൂബിൽ ആഡ്സ് കണ്ടിട്ട് ഒരിക്കലും പോക്കറ്റ് എഫ് എം ഇൻസ്റ്റാൾ ചെയ്യരുത്, അതിലേക്ക് പൈസ മുടക്കരുത്.
പൈസ മുടക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ട് സ്റ്റോറി കേൾക്കുക. അപ്പോഴേക്കും ചിലപ്പോൾ ഇത് പൂട്ടിപ്പോവും. എല്ലാവരെയും എല്ലാ കാലം പറ്റിക്കാൻ പറ്റില്ലല്ലോ. അപ്പം എൻ്റെ കമൻസൊക്കെ ഞാൻ ഇടാറുണ്ട്. ഇപ്പോൾ തേറിയുടെ കമൻസാണ് ഞാനിപ്പോൾ ഇടുന്നത്. മടുത്തു. ഇവരൊരു വാലും തുമ്പില്ലാണ്ടാണ് ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ താങ്ക്സ്. അപ്പോൾ ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിനോട് എൻ്റെ പ്രതിഷേധമായിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. എന്താ പൊന്നിത് എങ്ങനെ കാണിക്കുന്നത്?